ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 147 സന്ദേശം. പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്ന സമയം കാത്തുപാലിക്കണം. ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. കാരണം ഞാൻ എപ്പോഴെല്ലാം പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ, പിന്നീട് എൻ്റെ ജോലി മൂലം എനിക്കത് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. ഇനി അതിന് സാധിച്ചിരുന്നെങ്കിൽ കൂടി എൻ്റെ ജോലി സംബന്ധിച്ച പല വിചാരം മൂലം പ്രാർത്ഥിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നതിൽ കൃത്യത പുലർത്തണമെന്ന് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കൊടുത്തൊരു പ്രചോദനം ഫൗസ്റ്റീനമ്മ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. പ്രാർത്ഥിക്കാൻ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകരുത്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ്, നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് നല്ലൊരു തീരുമാനമെടുത്ത് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ടൈം ടേബിളൊക്കെ നന്നായിട്ട് ക്രമീകരിച്ച് അതുപോലെ സാധ്യമാകുമ്പോഴൊക്കെ ജീവിതത്തെ ക്രമപ്രകാരവും ചിട്ടപ്രകാരവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോഴും ചിലപ്പോൾ ആദ്യ ദിനങ്ങളിൽ തന്നെ നമ്മൾ ഒരു വെള്ളം ചേർക്കലിന്, ഒരു വിട്ടുവീഴ്ചയ്ക്കൊക്കെ ചിലപ്പോൾ തയ്യാറാവേണ്ടി വരും. എന്നാൽ അതിന് ശേഷം സംഭവിക്കുന്നത് ആ ഒരു തീക്ഷ്ണത പലർക്കും നഷ്ടപ്പെടാറുണ്ട്. ആ ഒരു കൃത്യതയും ആ ഒരു തൻ്റെ മേൽ തന്നെയുള്ള ബലപ്രയോഗമൊക്കെ പലപ്പോഴും പലർക്കും നഷ്ടപ്പെടാറുണ്ട്. പകരം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയും പ്രാർത്ഥനയ്ക്കായിട്ട് കരുതുന്ന സമയവും എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ എല്ലാം പിന്നിൽ എന്തായിരിക്കും? തീക്ഷ്ണതയോടെ ആരംഭിച്ച് ഇങ്ങനെയുള്ള ചില അലംഭാവങ്ങൾക്ക് വിധേയപ്പെടുന്നതുകൊണ്ട് സംഭവിക്കുന്നതാവാം. അവിടെ നമുക്കെന്താ ചെയ്യാൻ സാധിക്കുക? നമ്മളൊരു തീരുമാനമെടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ തീരുമാനമെടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ആ സാഹചര്യങ്ങളോ സമയമോ ഒക്കെ മാറ്റപ്പെടേണ്ടതായിട്ടോ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റാതെയോ വന്നാലും പകരം അതിനടുത്ത സമയം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഹൃദയ പരമാർത്ഥതയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശ്വസ്തത പാലിക്കുന്നവരെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.